അതെന്താ അങ്ങനത്തെ ഒരു കാരണം? നിങ്ങൾ ഇതുവരെ പ്രേമിച്ചിട്ടില്ലേ നിങ്ങളെ പാട്ട്? പോയിട്ടുണ്ട്, ഒഴിവാക്കി പോയതാണോ നിങ്ങളെ? ഇനി അതിലേക്ക് കടക്കാം. അതെ, ഇല്ല പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവള് പോയി. എന്നിട്ട് രാത്രി പോയി ഒരു സമയമാകുമ്പോ മായാനദിയിലെ കരച്ചില്. ഇല്ല സീരിയസ്ലി വിഷമമുണ്ടോ? ഇല്ല, ഇല്ലെന്നൊന്നും പറയാൻ വേണ്ടി നമ്മള് മനുഷ്യനാണ്, ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് സിംഗിൾ ആയിരിക്കുന്ന ഒരു ഗുണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് അതിനോട് ഒരുപാട് ഇത് കാണിക്കണ്ട, നമുക്ക് നമ്മളെ കാര്യം ചെയ്ത് നമുക്ക് പോവാം. കൈ പൈസ അതിനോട് അത് അധികം കാണിക്കണം. കാര്യം പറഞ്ഞതാ. പൈസ ഇരിക്കുന്നു, പൈസ എന്ത് ചെയ്യാ? അതില്ല, പൈസ ഇരിക്കുന്നു. സംഭവം മെയിനായിട്ട് ഉപയോഗം എന്ന് വെച്ചാ ഫ്രീയാ. പക്ഷെ അതെന്തോ കോംപ്ലിക്കേറ്റ് ആണെന്ന് പറയില്ല, അതിന് അതിന്റെ ഫീലിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ലെന്നേ. പക്ഷെ മോശമൊന്നും പറയത്തില്ല ഒരിക്കലും. നല്ല റിലേഷൻ ആണ് എപ്പോഴും നല്ലതാ. ഇത് കിട്ടാത്തവന്മാരാണ് ഇരുന്ന് കരയുന്നത്. ഇപ്പൊ ഒരാൾ അത് ചെയ്തെന്ന് പറഞ്ഞ ഒരു കാറ്റഗറി തന്നെ മാറ്റിയെങ്കിൽ പറയും അല്ലേ? അല്ല അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ KSRTC ബസ് നിർത്തുവോ? പോവാനാ മിക്കവാറും ഇറങ്ങി പോകും. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ ഒരു ടോപ്പിക്കോട്ട്. നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയാ ഇഷ്ടം എന്താണ്? എങ്ങനെയുള്ള ഒരു പാർട്ട്ണർ വേണം എന്നാണ് അലൻ പറഞ്ഞോ? പെൺകുട്ടി അല്ല, പാർട്ട്ണർ. ഇപ്പൊ നമുക്ക് പെണ്ണാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാട്ടോ, ഹ്യൂമർ ആയിട്ട് ബന്ധമുള്ള ആളായിരിക്കണം. ഞാനൊരു കോമഡി പറയുമ്പം ഇങ്ങനെ ഇരിക്കാതെ പറയുന്ന മനസ്സിലാക്കാതെ. ഇപ്പൊ ഞാൻ തമാശക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ആ ഒരു രീതിയിൽ നിൽക്കില്ല. നമ്മൾ തമാശയായിട്ട് എടുക്കണം, ഒരേ വൈബായിരിക്കണം. അപ്പോൾ പറയുന്ന ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി നിൽക്കുന്ന, അല്ല രണ്ട് സൈഡെല്ലാം മനസ്സിലാക്കി നിൽക്കുന്നതാണ് റിലേഷൻ. ഇപ്പം എതിരെ നിൽക്കുന്ന ആളെ സ്വഭാവം വേറെ ആണെങ്കിലും എൻ്റെ സ്വഭാവമായിട്ട് മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് അവിടെ ഗുഡാവുന്നത്. മനസ്സിലായില്ലേ? ഒരേ സ്വഭാവം ആവണമെന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യമൊക്കെ മനസ്സിലായ ഒരു ഹ്യൂമർ ആ രീതി ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും സൗന്ദര്യത്തിന് ഞാൻ മുൻഗണന കൊടുക്കും. സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യമായിരിക്കും. എന്നിരുന്നാൽ ഞാൻ പറയുന്നത് വെച്ചാൽ സൗന്ദര്യം കുറച്ച് നാൾ വരെ നിൽക്കും. അപ്പം ലൈഫാകുമ്പോൾ പാർട്ണർ എന്ന് പറയുമ്പോൾ അവസാനം വരെ നമുക്ക് ആ എൻ്റർടൈൻമെൻറ്റ് ചെയ്തു പോകുന്ന ആളായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ആരെയും സൗന്ദര്യം നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ അവൻ്റെ സ്വഭാവം കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? അത് നമുക്കൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ആ ഒരു വൈബിൽ നമുക്ക് കൂട്ടുകാരനെ ഒരിക്കലും നമുക്ക് മടുക്കില്ല. പക്ഷേ ചില റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് പെൺകുട്ടികളെ മടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് പല റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകണതാണ്. അത് കണക്ക് നമ്മൾ ആ ഒരു വൈബ് സെറ്റ് ചെയ്ത് നിൽക്കുന്ന, നമുക്ക് ആ ഒരു മടുപ്പ് ആ രീതി വരാത്ത അങ്ങനെ ഒരു ആളായിരിക്കണം. ഈ മനസ്സിൽ ഇത്രയും പറഞ്ഞിട്ടില്ല, പിടിച്ചു എന്റെ ഒരു മൈൻഡ് ആയിരിക്കണം. ഓ ഇത് തന്നെ ഇനി വേറെ തർജ്ജമയായിട്ട് തമിഴ് തെലുങ്കായിട്ടൊക്കെ മലയാളത്തിൽ പറഞ്ഞ തെലുങ്കി ഇതെല്ലാം എല്ലാവർക്കും പറയാൻ പറ്റും. അല്ലാതെ ഞാൻ ഇപ്പൊ ടോക്സിക് ആയിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ ടോക്സിക്കിന് അർത്ഥം പറഞ്ഞു. അല്ല ഓക്കെ നമ്മള് അത് ടോഫി കോഡിനായിട്ടുള്ള ബന്ധമായിട്ടുള്ള ഐറ്റം. ഇപ്പം അപ്പം അടുത്താലോട്ട് നീ പറഞ്ഞോ അല്ല ഞാൻ പറയാം. ടോക്സിക് റിലേഷൻഷിപ്പ്. ഇപ്പൊ ആ കുട്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ പോണോന്ന് വെച്ച് ചോദിക്കാണ്. അല്ല ചോദിക്കല്ല, ജസ്റ്റ് പറയണം. അപ്പൊ ഞാൻ പറയും എവിടെ പോകണ്ടേ, 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയുള്ള അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും അറിയത്തില്ല, ഓരോ റെസ്ട്രിക്ഷൻസ്. അതിനാണ് ടോക്സിക് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻസിന് അർത്ഥം അറിയണോ? അത് പറ. ഇവരെല്ലാവരും പാപത്തിന് ചേർന്ന് അലന്റെ ഒരു ആഗ്രഹം. എന്തോ പറഞ്ഞാളിയാ അറിയുമ്പോ മറന്നു പഠിച്ചിട്ടൊന്നും. പേഴ്സണാലിറ്റി അർത്ഥങ്ങൾ ഇനി ചോദിക്കുന്നത് എന്റെ ഒരു ജാതകമൊക്കെ പറയുമ്പോ ഇല്ല, ജീവിതം ഇല്ല. സംഭവം ഒരു അവരെ വീട്ടിൽ കള്ളം കയറിയാലേ ഇവർ രണ്ട് മാറിക്കൊടുക്കും. മോട്ടിച്ചിട്ട് പൊക്കി വന്നു. അത്ര നിസ്കു ഫാമിലി രണ്ടുപേരും ഒരേ ക്യാരക്ടർ പാവങ്ങളാ. മോട്ടിച്ചട്ടെ ചോറ് അവിടെ വെച്ചിട്ട് ഇറങ്ങി പൊയ്ക്കോണോ. നിങ്ങളിപ്പോഴും കുറെ തമാശകൾ ചെയ്തിട്ട് കണ്ടില്ല, പക്ഷെ കൂട്ടത്തിൽ ഒരു റൊമാൻറ്റിക് സീൻ വരുമ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആർക്കായിരിക്കും? അല്ല റൊമാൻറ്റിക് ആയിട്ട് ഇപ്പം കോമഡി ചെയ്യാമെന്ന് വെച്ചോ, ഞാൻ ഈ കോമഡി ചെയ്താലും റൊമാൻറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ അതിലൊന്ന് കമന്റ് എന്ന് വെച്ചാൽ ബ്രോ ചെയ്യുമ്പോൾ ചിരി വരുന്നല്ലോ. ഇന്ന് കണ്ട വീഡിയോ, ഞാനൊരു വീഡിയോ കണ്ടു ഹാഷിറിന്റെ. മറ്റേ എന്താ പറയാ, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഞാൻ ശരിക്കും അവളെ ഇങ്ങനെ കണ്ടതുണ്ട്. പക്ഷെ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മറ്റേ സൂര്യ ചെയ്യുന്ന പോലെ മറ്റേ ഇവിടെയൊക്കെ വെച്ച് കയ്യിലൊക്കെ വെച്ച് ആ സാധനം നൈസായിരുന്നു. താങ്ക് യു.
ഇന്ന് 2 മണിക്കൊക്കെ ചാടി എണീറ്റിട്ട് ഇതൊക്കെ കേട്ട് വീണ്ടും കിടക്കുന്നു. ലാസ്റ്റ് മറ്റേ പാട്ടിട്ടുള്ള വീഡിയോ ആണോ? അല്ല, ഞാൻ നിന്നടാ. കുറെ മുന്നേ അത് ഞാനും വിനായകമായിട്ടുള്ള അല്ല, വീഡിയോ. ഞാൻ ഇല്ലായിരുന്നു. അതാണ് അതായത് സമൂഹത്തിൽ നമ്മളൊരു പെങ്കൊച്ചിനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ അവരെ നോക്കുന്ന, പക്ഷെ അതേ കണക്കല്ല അവർ നമ്മളെ തിരിച്ചു കാണുന്ന. ചിലപ്പോൾ നമ്മൾ ഇടുന്ന എക്സ്പ്രഷനിൽ അവരോട് അവർ കാണുന്നതായിരിക്കില്ല. അപ്പൊ അങ്ങനെ വെച്ച വീഡിയോ ചെയ്തേ. അല്ല ഇപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ നീയാണ് റൊമാൻറ്റിക് എന്ന് പറയുന്നത് ഇവര്. അല്ല ആര് പറഞ്ഞു? അങ്ങനെ പറയല്ലോ അവര്. അവര് പറഞ്ഞല്ലോ ഇല്ലേ? ചെയ്യാൻ കുറച്ചുകൂടെ ഇതായിട്ടുള്ള ചെയ്യാൻ ഓക്കെയാണ്. റൊമാൻറ്റിക് ആരാണ് അപ്പൊ ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ? വെറുതെ പറയല്ലേ. അല്ല റൊമാൻറ്റിക് പരമായി നമ്മൾ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് വന്നു. പക്ഷേ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ജസ്റ്റ് ഞാനും അവനും ചെയ്തായിരുന്നു. ഒരു റൊമാൻറ്റിക് ആയിട്ടൊന്നും നമുക്ക് തോന്നും, പക്ഷെ കാണുന്നവർക്ക് തോന്നുന്നില്ല. കമന്റ് ഇടുന്ന ഫുള്ള് ഇതാണ്, ബ്രോ ഇതൊന്നും നിങ്ങളൊന്നും പറ്റൂല. കുറെ നല്ലതും ഉണ്ടായിരുന്നു. ഇപ്പൊ വൺസ് നമ്മളൊരു പേഴ്സോണ ഡെവലപ്പ് ചെയ്തെടുത്തു, ഇപ്പൊ തമാശയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ജോണർ തൊടാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഒരിക്കലും നിങ്ങൾക്കല്ല ബുദ്ധിമുട്ട്. ഐ മീൻ ഓഡിയൻസിന് അത് മേ ബി ചിലപ്പോ അങ്ങനെ കാണുന്നവർക്ക് ഒരു ഇത് വരും. ഓഡിയൻസ് നമ്മളെ ഹ്യൂമർ കണ്ടിട്ടാണല്ലോ നമ്മളെ ഇതിൽ വരുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് കാണുമ്പോഴത്തേക്ക് വേറൊരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കഴിവ് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് സീരിയസ് ആയിട്ട് ചെയ്താൽ ചിലപ്പം കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ സീരിയസ് റോളിൽ പോയാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എടുക്കണം നമ്മൾ വീഡിയോ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം സുരാജ് വഞ്ഞാർമോട് അദ്ദേഹം ആണെങ്കിൽ കോമഡി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സീരീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. പക്ഷെ അത് ആദ്യത്തെ സിനിമയൊക്കെ വെച്ച് പാടായിരിക്കും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ. പക്ഷെ അത് കാണിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ ഇനി റൊമാൻറ്റിക് സാധനം കൂടെ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ. അടുത്ത വഴികൾ 10 വഴികൾ അതിലൊന്ന്. പുതിയ വഴികളൊക്കെ പറഞ്ഞു തന്ന് ഈ ഫീൽഡിൽ നിന്നൊക്കെ പോകണം. ഫീൽഡ് ഔട്ട് ആക്കി അതിന് വേണ്ടിട്ട് ഓരോ ഐഡിയാസ് അക്കൗണ്ട് കാണുന്നു. ഇല്ല നിങ്ങൾ ട്രൈ നോക്കി എപ്പോഴും സാധനം ഇല്ലല്ലോ. നമ്മള് ഇപ്പൊ നമുക്ക് എന്തേലും അപകടം പറ്റുമ്പോ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാ അളിയാ ചെയ്യുന്നതിന് മുന്നേ അക്കൗണ്ടിന്റെ പാസ്വേഡ് തരണേ. അതായത് ഇവ എന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരുമ്പോഴേ ഇവൻ പറയാം അളിയാ കേരളേ നാളെ അവന്റെ ഇൻസ്റ്റയിലെ പേര് അജിൻ 2, അതായത് എന്റെ അക്കൗണ്ട് അവനങ്ങ് എടുത്ത് മറന്ന. മനസ്സിലായ എന്താണെന്ന് പറഞ്ഞേ? എന്ത് ഇത് ഒരിക്കലും അതിൽ വരുന്നത് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. നീ പറ, ബാക്കി കൂടി പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞതാ. ഇതുവരെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അതായത് അതായത് ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, നമ്മൾ വീഡിയോ സംബന്ധമായിട്ടുള്ള. ഇപ്പം ഇവ എന്തെങ്കിലും ലിങ്ക് അയച്ച നാളെ ഇതിൽ കയറി നോക്ക് അടിപൊളിയെന്ന് പറയും. അപ്പൊ അളെ അത് കേരളേ നാളെ നിന്റെ അക്കൗണ്ടിന്റെ പേര് അജിൻ 2 വരുമെന്ന്. ഇപ്പൊ ശരി നമ്മുടെ കിഡ്നീനെ പോലെ തന്നെ വരെയുള്ള കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡും ഇല്ലേ? അത് അല്ല സീരിയസ് അല്ലേ ഇത്? അല്ല തമാശ പറഞ്ഞേ ഇത് തമാശക്ക് നടക്കുന്ന കാര്യം. അതുപോലെ വേറൊരു തമാശയുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവന്റെ അടുത്ത് പറയുന്നെങ്കിൽ പറയും ആ ഓക്കേടാ ഓക്കെ എന്ന് പറയും. രാത്രി മെസ്സേജ് വരും, നിങ്ങൾ എന്നോട് ചെയ്ത് ചതിയായി ഇപ്പൊ തമ്മിൽ പ്രശ്നം. നിങ്ങൾ തെറ്റ് ചെയ്തു. ഇപ്പൊ ഞാനിവന് തമ്മിൽ പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഇവൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ഇവന്മാര് 3 കൂടെ ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു. ഞാൻ 4 പേരുണ്ട്. ഇപ്പൊ 3 പേരാണ് ഇവന്മാർ ബൈക്കിൽ പോകാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇവന്മാർ എൻ്റെ അടുത്ത് പറയാൻ ആളില്ല, അവിടെ പോകണം മരണം, നീ വരുന്ന ഇല്ല കുഴപ്പമില്ല നിങ്ങൾ പൊയ്ക്കോ. വരുന്ന ഇല്ല അങ്ങ് പോയി. അപ്പൊ അവൻ ഫീലിങ്സ് നേരിട്ട് കാണിക്കില്ല. ഇവന് ഫീലിങ്സ് വരുന്ന വാട്സപ്പിൽ ചാറ്റി വരണം. കാണിച്ചത് ശുദ്ധ പോക്കിത്തരം. അങ്ങനെ ചെയ്യാൻ കൂടുതൽ പാടില്ല. ഞാൻ അയാളോട് ഇത് ക്ഷമിച്ചു. ആ ഒരു രീതിയിൽ വാട്സപ്പിൽ കൂടെ ഫീലിംഗ് കാണിക്കുന്നേ. പക്ഷെ പിറ്റേ സമയത്ത് അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ നീക്കി. അപ്പോൾ ഇവനല്ലേ ഇന്നലെ നമ്മുടെ അടുത്ത് സംസാരിച്ച. അപ്പൊ വേറെ വാട്സപ്പില് മെയിൻ ആളാണ്. വാട്സപ്പിൽ ഗുണ്ടയാണ്. വാട്സപ്പിൽ ഭയങ്കര കലിപ്പ. അറിഞ്ഞ് നിന്നെ നോക്കൂന്ന് പറയാം. നേരിട്ട് വീണ്ടും രാവിലെ ഇങ്ങനെ